السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അള്ളാഹു പരിപൂർണമായും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ സൽക്കർമ്മങ്ങൾ പരിപൂർണമായും കബൂലാക്കി അതിൽ വരുന്നതായ പാകപ്പിഴകൾ ഗഫൂർ റഹീമായ കാരുണ്യവാനായ തമ്പുരാൻ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അപ്പോൾ നന്മ പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ തിന്മയെ ഉപേക്ഷിക്കുന്ന വിഷയത്തിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടായി ആ ഒരു വിഷയത്തിൽ കൂടുതൽ ഗൗരവം നൽകി. കാരണം നാം എത്രത്തോളം നന്മ പ്രവർത്തിച്ചാലും ആ നന്മകളൊക്കെയും കാറ്റിൽ പറത്തിക്കളയുന്ന, അതുപോലെ തന്നെ ചെയ്യുന്ന നന്മകളെല്ലാം ധൂളികളാക്കി മാറ്റുന്ന, ആ നന്മകളെ ഭസ്മമാക്കി കളയുന്ന, കത്തിച്ച് ചാമ്പലാക്കി കളയുന്ന തിന്മകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാതിരിക്കുവാൻ നാം വളരെയധികം ശ്രദ്ധിക്കണം. ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ശുദ്ധിയാക്കുന്നതിന്, അവൻ പരിപൂർണമായും അവൻ്റെ ഹൃദയം ശുദ്ധമാകുന്നതിന് തീർച്ചയായും തിന്മകളെ ഉപേക്ഷിക്കണം. ഹൃദയം നന്നാകുന്നതോടുകൂടി തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായും മനുഷ്യൻ മുക്തമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലോഹിറായ പ്രത്യക്ഷമായ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഏതൊരു മനുഷ്യൻ ഒഴിഞ്ഞു നിൽക്കുന്നുവോ ആ മനുഷ്യൻ്റെ ഹൃദയം അള്ളാഹു പരിശുദ്ധമാക്കും. ഒരു മനുഷ്യൻ്റെ അവയവത്തിൽ നിന്നും ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ അവൻ്റെ ഹൃദയത്തിലുള്ള ആ ഒരു പാപത്തിൻ്റെ പരിണിത ഫലമാകുന്നു അവൻ്റെ അവയവങ്ങളിലൂടെ പുറത്തു വരുന്നത്. അതാകുന്നു ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത്, പറഞ്ഞത്, അലാ ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയുക, തീർച്ചയായിട്ടും ഒരു മാംസകഷ്ണമുണ്ട്, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്. ആ മാംസകഷ്ണം ശരിയായി കഴിഞ്ഞാൽ ശരീരം മുഴുവനും ശരിയായി. ആ മാംസം മോശമായി കഴിഞ്ഞാൽ അവൻ്റെ ശരീരം മുഴുവനും മോശമായി, അവൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും മോശമായി. അതാകുന്നു വഹിയൽ ഖൽബ്, അതാകുന്നു ഹൃദയം. അറിയുക, അതാകുന്ന ഹൃദയം. അപ്പം ആ ഹൃദയത്തിൻ്റെ വിശുദ്ധി ശരീരത്തിൻ്റെ അമലുകളുടെ പ്രവർത്തനത്തിലൂടെയാകുന്നു. ഹൃദയത്തിൻ്റെ വിശുദ്ധിയിലൂടെയാകുന്നു മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ നന്നാകുന്നത്. അപ്പോൾ ഈ രണ്ട് പ്രവർത്തനങ്ങളും, ഹൃദയത്തിൻ്റെ വിശുദ്ധിയും അമലുകളുടെ ആ ഒരു വിശുദ്ധിയും കൂടി ഒരുമിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ വിജയം സുനിശ്ചിതമായി. അവൻ്റെ പ്രവർത്തനങ്ങളും വാക്കുകളുമൊക്കെയും അള്ളാഹു ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളായി തീരണം, വാക്കുകളായി തീരണം. അതാകുന്ന പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അള്ളാഹു പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ, ഓ സത്യവിശ്വാസികളെ, വഖൂലു ഖൗലൻ സദീദാ, നിങ്ങൾ നല്ലതായ വാക്കുകൾ നിങ്ങൾ പറയുക. എന്നാൽ വയുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു നന്നാക്കി തരും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയും ചെയ്യുമെന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ പറയുമ്പോൾ, ഏതൊരാളുടെ നാവ് സംസാരം നന്നാകുന്നുവോ അവൻ്റെ പ്രവർത്തനങ്ങൾ നന്നാകും. അപ്പോൾ സംസാരം നന്നാകണമെങ്കിൽ ഹൃദയവിശുദ്ധി ഉണ്ടാകണം. ഇതൊക്കെയും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളമാകുന്നു വിജയം വരിച്ചവർ, അവനാകുന്നു വിജയിയായത്. അപ്പോൾ പരിപൂർണമായ നമ്മുടെ പ്രവർത്തനങ്ങളും നിയ്യത്തും ഹൃദയവും ഒക്കെയും ശുദ്ധിയാകണമെന്നാകുന്നു ഈ പറഞ്ഞതിൻ്റെ സാരം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായും